നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിവർത്തനം ബാഹ്യ പെരുമാറ്റത്തിൽ മാത്രമാണോ അതോ ആന്തരിക ഉണർവിലാണോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: സ്പിരിച്വൽ അവേക്കനിങ് ട്രാൻസ്ഫോംസ് ബീയിങ് ത്രൂ അവയർനെസ്, നോട്ട് ജസ്റ്റ് ബിഹേവിയർ. ആന്തരിക ഉണർവും പരിവർത്തനവും. ഇവിടെ അന്വേഷിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതാണ്. എന്താണ് ആത്മീയ ഉണർവ് എന്നുള്ളത്, എന്താണ് അവബോധവും വ്യക്തിഗുണവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്, എങ്ങനെയാണ് ശീലനത്തെ അതിജീവിച്ച് ഉപബോധപൂർവം ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നന്മകളുള്ളവരായിരിക്കണം, നല്ലതായിരിക്കണം എന്ന ചിന്ത കൊണ്ടാണ് ആത്മീയ പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിന് വേണ്ടി, ആത്മയാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്നത്. ചിലർ മോക്ഷത്തിന് വേണ്ടി, ഇവിടുന്ന് രക്ഷപ്പെട്ട അടുത്ത ജന്മത്തില് ഇനി നരകിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഈ ജന്മചക്രങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിട്ട് ഈ വഴിക്ക് പ്രതീക്ഷ അർപ്പിച്ച് വരുന്നവരുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യങ്ങളിൽ നിന്നും നമ്മളൊരു അഷ്വറൻസും നമുക്ക് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിൽ, ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ ശരിയായ അർത്ഥത്തിൽ സൗഖ്യവും ശാന്തി, ക്ലേശമില്ലായിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോ ആ ക്രമപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മിൽ നന്മ ഉണ്ടാകണം, ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നത്. ഈ നന്മ എന്ന് പറയുന്നതെല്ലാം തന്നെ ശരിക്കും നമ്മുടെ ഫലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരാളുടെ ഉള്ളിൽ നന്മ കണ്ടു, ആ നന്മ ഉണ്ടാവണമെങ്കിൽ, അപ്പൊ നന്മ എന്നുള്ളത് അയാളുടെ അകത്ത് ലീനമായിരിക്കുന്നതാണ്, അയാളുടെ അകത്ത് കിടക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സത്യത്തിൽ ഈ നന്മ എന്ന് പറയുന്നത് ഒരു ഫലമാണ്, ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഉണ്ടാവുന്നത് എവിടെയാ? ഒരു ചെടിയിൽ. ചെടിയുടെ തുടക്കം എവിടെയാണ്? ഒരു വിത്തില്. ചെടി നിൽക്കുന്നതിന് ആധാരം എന്താണ്? അതിന്റെ വേരുകളിൽ അല്ലെ. വേരുകൾ എത്ര വളർന്നു പന്തലിച്ച് നിൽക്കുന്നു, അതിനനുസരിച്ചാണ് അതിന്റെ ഫലങ്ങൾ ഉണ്ടാവുക. അപ്പോ ഈ നന്മ എന്ന് പറയുന്ന ഫലം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അവയർനെസ് എന്നുള്ള റൂട്ടിലാണ്, അവബോധം എന്ന വേരിലാണ് അത് ഉണ്ടാവുന്നത്. അവബോധം ഉള്ളതിലാണ് ഈ നന്മ ഉണ്ടാവുക. അതായത് നന്മ വെളിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. എന്ത്? അവയർനെസ്, അവബോധം ഉള്ളിൽ വേരൂന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് തുടങ്ങുന്നത്, ഈ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഈ നന്മയും വേരുകളും ഒക്കെയുള്ള, നന്മയും അവയർനെസ് ഒക്കെയുള്ള ഈ ഒരു വൃക്ഷം തുടങ്ങുന്നത്, അതിന്റെ വിത്ത് പാകുന്നത്, ഈ സത്ത ഉണ്ടാകുന്ന സമയത്ത് തന്നെ തുടങ്ങുമെങ്കിലും ഈ ഒരു പ്രോസസ്സിന്റെ വിത്ത് പാകുന്നത് സെൽഫ് അവയർനെസ്സിലൂടെയാണ്. ആ സെൽഫ് അവയർനെസ് എന്നുള്ളത് ഉണ്ടാകുന്നതിന്റെ ആദ്യ പാദമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സംസാരിച്ചിട്ട് വരുന്ന ഈ ആത്മബോധം എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ആത്മമെന്ത് എന്നുള്ള അന്വേഷണം. സ്പർശനീയമായ ഞാൻ, സ്വകീയമായ ഞാൻ, നിർമ്മിതമായ ഞാൻ, അതീതമായ ഞാൻ, പരമമായ ഞാൻ, ഇങ്ങനെ പലതരം ഞാനുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാകൃതികമായ ഞാനിനെ കുറിച്ച് വരെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ എന്നുള്ളത് എവിടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തെയാണ് ഈ നമ്മൾ സ്പർശനീയമായ ഞാനിലാണോ ഞാനിപ്പോ നിൽക്കുന്നത് ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ആ ബോധ്യമാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യമാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്, ആത്മബോധം എന്ന് പറയുന്നത്. നമുക്ക് അവബോധം, നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞു, നമ്മൾ എവിടെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള തിരിച്ചറിഞ്ഞിൽ ഏതെല്ലാം സ്റ്റെപ്പുകൾ ഇനി ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അകത്തുള്ള നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ സ്വഭാവമുണ്ടല്ലോ, ആന്തരികമായ പ്രകൃതമുണ്ടല്ലോ, ആ പ്രകൃതത്തെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. ആന്തരിക പ്രകൃതത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ വരും. ആന്തരിക പ്രകൃതം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ
ഈ ഞാൻ എന്തെന്നുള്ള അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം വരിക കേട്ടോ. ഞാൻ എന്തെന്ന് അന്വേഷിക്കാത്ത ഒരാൾക്ക് ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പോ ഈ വിത്ത്, അതായത് നമ്മൾ പറയുന്ന നന്മകൾ വെളിയിൽ കാണുന്ന അവബോധം ഉള്ളിലുള്ള ആ ഒരു വൃക്ഷത്തിന്റെ വിത്ത് ഉള്ളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ ആത്മബോധം അല്ലെ ആത്മാവബോധം ഉണ്ടാകുമ്പോഴാണ്. ആത്മാവബോധം എന്നുള്ള ആ ഒരു സംഭവം തുടങ്ങുന്നത് ഞാൻ എന്ത്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ളതിനെ തിരിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ്. ഞാൻ വെറുതെ ജീവിച്ചു പോകുന്നുവെങ്കിൽ, ഞാൻ എന്നുള്ളത് എന്തെന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു വിത്ത് പാകൽ പോലും നടക്കില്ല. ആ വിത്ത് പാകി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക, ഞാൻ എന്താ, ഞാൻ ആരാ, ഞാൻ എവിടെയാ തുടങ്ങിയ കാര്യങ്ങൾ, എന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആത്മത്തിന്റെ വിവിധ രൂപങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മിൽ എന്താണോ ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി വേറൊന്നിലാണ് ജീവിക്കുന്നത്. അതാണല്ലോ ക്രിയേറ്റഡ് സെൽഫ് എന്ന് പറയുന്നത്, അല്ലെ? ആ ക്രിയേറ്റഡ് സെൽഫിലൂടെ നമ്മൾ കണ്ടീഷനിങ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ പലതരം ശീലനങ്ങളിലൂടെ പോവുകയാണ്. ശീലനം എന്ന് വെച്ചാൽ ശീലത്തിലേക്ക് പെടുക. പരിശീലനം എന്ന് കേട്ടിട്ടുണ്ടോ? പരിശീലനം സിദ്ധിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ശീലനം ചെയ്യുക, ശീലം ആർജിക്കുക. അങ്ങനെ പലതരം ശീലനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്, കണ്ടീഷനിങ്ങിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തെ പാറ്റേണൈസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രത്യേക പാറ്റേണിൽ തന്നെ ആയി ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ അറിയും. അതായത് ഞാനിപ്പോൾ ജീവിക്കുന്ന ക്രിയേറ്റഡ് സെൽഫ് എന്നുള്ളൊരു അവസ്ഥയ്ക്കും അപ്പുറത്ത് ഞാൻ യഥാർത്ഥ എന്റെ സ്വത്വത്തിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഒന്നുണ്ടെന്ന് തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ ഈ ശീലനങ്ങളെ വിട്ടിട്ട്, ശീലനങ്ങളെ അതിജീവിച്ചിട്ട് ബോധപൂർവം ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് പല വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ താളാത്മകമായിട്ടുള്ളവർക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല, യൗക്തികർക്ക് വളരെ പെട്ടെന്ന് കഴിയും, പക്ഷെ അത് വളരെ സസ്റ്റെയിൻ ചെയ്യില്ല. ഇങ്ങനെയുള്ള കുറെ ചാലഞ്ചസ് ഉണ്ട്. എങ്കിലും ഈ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണെന്നിരിക്കട്ടെ, പ്രകൃതിയാൽ അത്തരം ഒരു തെരഞ്ഞെടുക്കപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കണ്ടീഷനിങ്ങും അപ്പുറത്ത്, അവരുടെ ശീലനത്തിനും അപ്പുറത്തേക്ക് കടന്നു പോകാൻ അവർക്ക് കഴിയും. അവിടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ ചെന്നെത്തും. അപ്പൊ നമ്മുടെ അവയർനെസ് പതുക്കെ വർദ്ധിക്കും. നമ്മുടെ അവയർനെസ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ സ്പർശനീയമായ ഞാനിൽ നിന്നും പതുക്കെ യാത്ര ചെയ്ത് പരമമായ ഞാനിലേക്ക്, പിന്നെ അതിന്റെ ഒരു വികസിത രൂപമായ ഇക്കോ സെൽഫിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ വരുന്ന സമയത്ത് അതിനനുസൃതമായിട്ടുള്ള വെർച്യൂസ് നമ്മളിൽ നിന്നും വെളിപ്പെടും, പ്രകടമാകും. അത് വെളിപ്പെടുകയാണ് ചെയ്യുക. അത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഈ വെർച്യൂസും നന്മയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഉണ്ടെന്ന് ഭാവിക്കാനൊക്കെ പറ്റും, പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് അകത്ത് അതിന്റെ പാകമാകുന്ന സമയത്ത് അത് വെളിപ്പെടും. നമ്മൾ പഴങ്ങൾ ഉണ്ടാകുന്നതില്ല, പഴം പാകമാകുമ്പോഴാണല്ലോ കിളികളെ ആകർഷിക്കുക. അതുപോലെ അത് വെളിപ്പെടും. അത് അകത്ത് ഈ സെൽഫ് അവയർനെസിന്റെ ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക. ആത്മബോധത്തെ കുറിച്ചുള്ള കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആത്മബോധം എന്നുള്ളത് മുന്നിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ നന്മകൾ എന്നുള്ളത് നാച്ചുറലി വെളിയിലേക്ക് വരും. ഇത് കണ്ടീഷൻസിനും ശീലനങ്ങൾക്ക് അതീതമായിരിക്കും. അപ്പോ ഈ നമ്മളിവിടെ പറയുന്ന ആത്മീയ പരിവർത്തന യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മപരിവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ആണ്, യഥാർത്ഥ ഡെവലപ്മെന്റ് ആണ്. അതൊരു ബിഹേവിയർ അല്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചു, അത് വെളിപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മളിങ്ങനെ വെളിപ്പെടുത്തുന്ന, പ്രകടമാക്കുന്ന ഒരു കാര്യമല്ല. അത് അകത്തു നിന്നും ഉരുത്തിരിഞ്ഞ് വെളിയിൽ വരേണ്ടതാണ്. ആ അകത്തു നിന്നും വെളിയിലേക്ക് വരുന്ന ആ ഒന്നിനു വേണ്ടിയുള്ള ഒരു പാകപ്പെടലാണ്, അതിനു വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കലാണ് നമ്മൾ ആത്മയാനത്തിലൂടെ ചെയ്യുന്നത്. സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ ഈ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോയി ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ഒക്കെ ശുദ്ധികൾ ഉണ്ടായി. അതിലൂടെ കടന്നു പോയിട്ട് അകത്ത് ഈ ആത്മബോധത്തിന്റെ വ്യക്തത ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ശീലനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നന്മകളെ വെളിപ്പെടുത്താനാവും. ആ നന്മകൾ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മൾ നമ്മുടെ സാൽവേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. ജീവിച്ചിരിക്കുമ്പോഴാണ് മോക്ഷം എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് യോഗത്തിലാകേണ്ടത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട്, ചത്തു കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയല്ല.
അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ അത്തരത്തിലായി തീരാൻ വേണ്ടിയുള്ള, ക്ലേശരഹിതമായി തീരാനുള്ള, ഈശ്വരീയത്തിന്റെ ഭാഗമായി തീരാനുള്ള ഈ വഴിയാണ് ആത്മപരിവർത്തനത്തിൻ്റെതായിട്ടുള്ള ഈ യാത്ര, ആത്മയാനം എന്ന് പറയുന്നത്. അതിന്റെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നാലാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നാളെ കടക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.